ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ 10 മണിക്ക് AICC ആസ്ഥാനത്ത് രാഹുൽ മാധ്യമങ്ങളെ കാണും. ബിജെപിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. ഹൈഡ്രജൻ ബോംബ് പക്കലുണ്ടെന്നും അതുടനെ പൊട്ടിക്കുമെന്നും രാഹുൽ ഗാന്ധി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രത്യേക വാർത്താ സമ്മേളനം ഇന്നുണ്ടാകുമെന്ന് കോൺഗ്രസ് ഇന്നലെ തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈഡ്രജൻ ബോംബ് തന്റെ പക്കലുണ്ട് എന്നും അത് ഉടനെ തന്നെ താൻ പൊട്ടിക്കുമെന്നും നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഹൈഡ്രജൻ ബോംബ് പൊട്ടിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖം പുറത്തു കാണിക്കാൻ കഴിയില്ലെന്നും BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിനെ നേരിടാൻ തയ്യാറായിക്കൊള്ളുവെന്നും ഒക്കെ അദ്ദേഹം നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ഇന്ന് നടക്കുന്ന ഈ വാർത്താ സമ്മേളനം അത് ഈ BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ ഒരുപക്ഷെ അദ്ദേഹം കൂടുതൽ തെളിവുകളടക്കം ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമൊക്കെയായി ബന്ധപ്പെട്ട പുറത്തു വിട്ടേക്കുമെന്നുള്ളത് തന്നെയാണ് സൂചന. നേരത്തെയും ഒരു ആറ്റം ബോംബ് തന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി അത് വാർത്താ സമ്മേളനത്തിൽ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം മഹാരാഷ്ട്ര അതോടൊപ്പം തന്നെ കർണാടക ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നടന്ന ക്രമക്കേട് ഉൾപ്പെടെ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ മഹാദേവപുരം മണ്ഡലത്തിൽ 6.5 ലക്ഷം വോട്ടർമാരുണ്ട്. അതിൽ ഏതാണ്ട് 1 ലക്ഷത്തിലധികം കള്ള വോട്ടുകളാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം വോട്ടർ അധികാർ യാത്ര നടത്തി.